അടുത്ത നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളാണ് മൊഡ്യൂൾ 4. ഈ ബുക്കിലെ ചാപ്റ്റർ 5 ആണ്. ചാപ്റ്റർ 5 ഓർത്തോഗണൽ ഫങ്ഷൻസ് ആൻഡ് ഫൊറിയർ സീരീസ്. ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് ഫൊറിയർ സീരീസും അതുപോലെ തന്നെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വരുന്ന കുറച്ച് പ്രോബ്ലംസും ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് ഫൊറിയർ സീരീസ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഓർത്തോഗണൽ ഫങ്ഷൻസ് എന്താണെന്ന് പറയണം. അതായത് ഓർത്തോഗണൽ സെറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് സെക്കൻഡ് സെമ്മിൽ വെക്ടർ സ്പേസസ് എന്നുള്ള ചാപ്റ്ററിൽ ഓർത്തോഗണൽ സെറ്റ്, അതുപോലെ തന്നെ ഓർത്തോഗണൽ സെറ്റ് പറയുകയാണെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും ഓർത്തോഗണൽ ഫംഗ്ഷൻസ് പറയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ആ ഓർത്തോഗണൽ സെറ്റും ഇന്നർ പ്രൊഡക്റ്റ് ഒക്കെ പറയാനുണ്ട്. സോ അത് ഈ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഫൊറിയർ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ടൈലർ സീരീസ്, അതുപോലെ തന്നെ മാക്ലൂറിൻ സീരീസ്, അങ്ങനെ കുറച്ച് സീരീസ് പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ നമുക്ക് സീരീസ് ആക്കിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, ഇൻഫിനിറ്റ് സീരീസ് ആക്കിയിട്ട്. അതാണ് ടൈലർ സീരീസിൽ നമ്മൾ പഠിച്ചത്. ഒരു ഫംഗ്ഷൻ ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, എക്സ് സ്ക്വയർ, അതുപോലെ സൈൻ എക്സ്, കോസ് എക്സ്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടൈലർ സീരീസിൻ്റെ ടേംസിലേക്ക് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വെക്ടർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു വെക്ടർ എങ്ങനെയാണ് ഫംഗ്ഷൻസിലോട്ട് മാറുന്നത് എന്നുള്ളതാണ് നമ്മൾ ഓർത്തോഗണൽ ഫംഗ്ഷൻസിൽ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഫൊറിയർ സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ടൈലർ സീരീസ് എന്നല്ലേ. അപ്പോൾ ഫൊറിയർ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷനെ ഇൻ ടേംസ് ഓഫ് സൈൻസ് ആൻഡ് കൊസൈൻ സീരീസ് ആക്കിയിട്ട് മാറ്റുന്നതിനെയാണ് ഫൊറിയർ സീരീസ് എന്ന് പറയാം. അപ്പോൾ ഏതൊരു ഫംഗ്ഷനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിനെ നമുക്ക് സൈൻ സീരീസിൻ്റെയും കൊസൈൻ സീരീസിൻ്റെയും ടേംസിലേക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ മാറ്റി എഴുതുന്നതിനെയാണ് ഫൊറിയർ സീരീസ് എന്ന് പറയും. അപ്പോൾ അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യണം, ഓർത്തോഗണൽ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യണം. ഓർത്തോഗണൽ ഫംഗ്ഷൻസ് പറയണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ഇന്നർ പ്രൊഡക്റ്റ് എന്താണെന്നാണ്. അപ്പോൾ ഫസ്റ്റിലത്തെ ഡെഫിനിഷൻ ഇന്നർ പ്രൊഡക്റ്റ്. അപ്പോൾ രണ്ട് വെക്ടറിനെ എങ്ങനെയാണ് ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കേസ് പറയുന്നത്. നമുക്കറിയാം വെക്ടറിനെ നമ്മളിപ്പോൾ രണ്ട് വെക്ടർ എടുത്തു, വെക്ടർ യു, വെക്ടർ വി. എടുത്തിട്ടുള്ളത് ത്രീ സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ 3 ഡയമെൻഷണൽ സ്പേസിലായിട്ട് നമ്മൾ R3 എന്നാണ് വെക്ടർ സ്പേസിൽ എഴുതാറ്. R³ എന്നല്ല, R3 എന്നാണ് വായിക്കുക. അപ്പോൾ R3 അല്ലെങ്കിൽ 3 സ്പേസിൽ രണ്ട് വെക്ടർ എടുത്തിട്ടുണ്ട്, യുവും വിയും. എന്ന് വെച്ചാൽ IJK കമ്പോണൻറ്റ്, IJK 3 കമ്പോണൻസ് വരും. അതായത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് എന്ന് നമ്മൾ എടുക്കുന്നത് 3 ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. അപ്പോൾ യു വി എന്നുള്ള രണ്ട് വെക്ടർ എടുത്തു 3 സ്പേസിൽ. യു ഇസ് ഈക്വൽ ടു നമ്മൾ ഇതാ U1I പ്ലസ് U2J പ്ലസ് U3K. ഇതിൽ IJK എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. ആൻഡ് വി ഈക്വൽ ടു V1I പ്ലസ് V2J പ്ലസ് V3K ആർ 2 വെക്ടേഴ്സ് ഇൻ R3 സ്പേസ്. ദെൻ ഈ രണ്ട് വെക്ടറിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പറയുന്ന പേരാണ് ഡോട്ട് പ്രൊഡക്റ്റ്. അപ്പോൾ യുവിൻ്റെയും വിൻ്റെയും ഇന്നർ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യു എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്, വി എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. ഇത് രണ്ടിൻ്റെയും ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് എ നമ്പർ, റിയൽ നമ്പർ ആയിരിക്കും. അതിന് നമ്മൾ സ്കേലാർ എന്നാണ് വിളിക്കുക. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇസ് എ സം ഓഫ് ദ പ്രൊഡക്ട്സ് ഓഫ് ദ കറസ്പോണ്ടിങ് കമ്പോണൻസ്. ഇപ്പോൾ യുവിൽ 3 കമ്പോണൻറ്റ് വരുന്നുണ്ട്, വിയിൽ 3 കമ്പോണൻറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ യു ഡോട്ട് വി, അതിന് നമ്മൾ ഇങ്ങനെയാണ് ഇന്നർ പ്രൊഡക്റ്റിനെ ഡിഫൈൻ ചെയ്യുക. യു ഡോട്ട് വി എന്നുള്ളത് ഒരു ബ്രാക്കറ്റിൽ അല്ലെങ്കിൽ യു കോമ വി എന്നും എഴുതാറുണ്ട് ഇന്നർ പ്രൊഡക്റ്റിന്. അപ്പോൾ ഇതെങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, കമ്പോണൻസ് വൈസ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിനെ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് യു ഡോട്ട് വി ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു ആൻഡ് വി ഇസ് ഈക്വൽ ടു, അങ്ങനെയാണ് വായിക്കേണ്ടത്. ബ്രാക്കറ്റിനകത്ത് ഡോട്ട് അല്ലെങ്കിൽ കോമ വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു ആൻഡ് വി ഇസ് ഈക്വൽ ടു U1 into V1 പ്ലസ് U2 V2 പ്ലസ് U3 V3. അതിന് നമുക്ക് സീരീസിലേക്ക് എഴുതുമ്പോൾ സിഗ്മ K ഈക്വൽ ടു 1 to 3 UK ഇൻറ്റു VK എന്ന് എഴുതാം. ഫസ്റ്റ് K ഈക്വൽ ടു 1 കൊടുത്താൽ U1 ഇൻറ്റു V1 കിട്ടും, സമ്മേഷൻ ആണ്. അപ്പോൾ പ്ലസ് സെക്കൻഡ് ടേം K ഈക്വൽ ടു 2 ആണ്, അപ്പോൾ U2 ഇൻറ്റു V2 പ്ലസ് തേർഡ് ടേം U3 ഇൻറ്റു V3. അപ്പോൾ ഇതിന് നമുക്ക് സീരീസിൻ്റെ ഫോമിലേക്ക് എഴുതാൻ പറ്റും. ഇനി ഇന്നർ പ്രൊഡക്റ്റിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്, ടോട്ടലി ഇന്നർ പ്രൊഡക്റ്റിന് 4 പ്രോപ്പർട്ടീസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ യു ഡോട്ട് വി ഇസ് ഈക്വൽ ടു, യു ഡോട്ട് വി എന്നല്ല നമ്മൾ വായിക്കേണ്ടത്, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു ആൻഡ് വി ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി ആൻഡ് യു. അപ്പോൾ അതായത് യു ഡോട്ട് വി സിമ്പിളിൽ എഴുതുമ്പോൾ യു ഡോട്ട് വി ഇസ് ഈക്വൽ ടു വി ഡോട്ട് യു ആയിരിക്കും. അതേപോലെ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് കെ യു വി, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് കെ യു ആൻഡ് വി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി ഡോട്ട് യു എന്നാണ് എഴുതേണ്ടത്. കെ യു ഡോട്ട് വി എന്നുള്ളത് കെ ഇൻറ്റു യു ഡോട്ട് വി അല്ല, കെ ഇൻറ്റു വി ഡോട്ട് യു ആണ്. കെ ഇസ് എ സ്കേലാർ. അതേപോലെ തന്നെ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു ആൻഡ് യു എന്ന് പറയുന്നത് 0 ആയിരിക്കും ഇഫ് യു ഈക്വൽ ടു 0. യുവിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു ആൻഡ് യു എന്ന് പറയുന്നത് 0 ആയിരിക്കും.
യു നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ യു ഡോട്ട് വി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ യു ഡോട്ട് യു ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ യു 0 ആവണം. ഇത് പോസിറ്റീവ് ആവുന്ന യു പോസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് മീൻസ് യു നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ യു ഡോട്ട് വി എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ലാസ്റ്റ് വൺ യു പ്ലസ് വി ഡോട്ട് ഡബ്ല്യു. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു പ്ലസ് വി ആൻഡ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു inner product of u and w plus inner product of v and w. അതായത് u plus v dot w ആണെങ്കിൽ u dot w plus v dot w ആയിരിക്കും. ഇനി രണ്ട് വെക്ടേഴ്സ്, ഇപ്പോൾ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റും ഇന്നർ പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസും ആണ് പറഞ്ഞത്. ഇനി ഈ രണ്ട് വെക്ടർ യുവും വിയും ഓർത്തോഗണൽ ആവണനുള്ള കണ്ടീഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ യുവും വിയും രണ്ട് വെക്ടറാണ്. അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് നമുക്കറിയാം u1 v1 പ്ലസ് u2 v2 പ്ലസ് u3 v3 പ്ലസ് അങ്ങനെ പോകുന്നതാണ്. എത്ര എണ്ണം ഉണ്ടോ അത്രയും കമ്പോണൻസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഇനി രണ്ട് വെക്ടർ യുവും വിയും ഓർത്തോഗണൽ ആവണമെങ്കിൽ അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എന്താവണം? 0 ആവണം. The two vectors u and v are orthogonal if the inner product of u and v is equal to 0. That is u1 v1 plus u2 v2 plus ഈ കമ്പോണൻറ്റിൻ്റെ വാല്യൂ is equal to 0 ആയിരിക്കും. ഈ സം is equal to 0 ആണെങ്കിൽ യുവും വിയും എന്താണെന്ന് പറയും? ഓർത്തോഗണൽ വെക്ടേഴ്സ് ആണെന്ന് പറയും. ശ്രദ്ധിക്കുക, രണ്ട് വെക്ടറാണ് എടുത്തിട്ടുള്ളത്. ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ ഓർത്തോഗണൽ വെക്ടർ എന്നുള്ള വെക്ടേഴ്സിനെ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാം? ഫങ്ഷൻസിലേക്ക് മാറ്റാൻ പറ്റും. അതായത് ഈ വെക്ടറിൻ്റെ ഒരു ജനറലൈസേഷൻ ആയിട്ടാണ് എന്ത് വരുന്നത്? ഫംഗ്ഷനിലെ പ്രോപ്പർട്ടീസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തോഗണൽ വെക്ടേഴ്സ് പറഞ്ഞു, അതുപോലെ തന്നെ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് ആണ് പറയുന്നത്. ഇനി ആ വെക്ടേഴ്സിനെ നമ്മൾ ഫംഗ്ഷനിലോട്ട് മാറ്റുകയാണ്. ദ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ്, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സിന് പകരം ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് f1 ആൻഡ് f2 ഓൺ ആൻ ഇന്റർവൽ ക്ലോസ്ഡ് ഇന്റർവൽ ab is the number. Inner product of f1 f2 is equal to integral a to b f1 of x into f2 of x dx. അതായത് നമുക്കറിയാം സമ്മേഷൻ നമ്മൾ കൊടുക്കുന്നത് സംസ് എന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേഷനിലേക്ക് വന്നത്. അപ്പോൾ ആദ്യം സമ്മേഷൻ പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് പോയിന്റ് വൈസ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ സിഗ്മ നമുക്ക് കൊടുക്കാം. അതിന് പകരം ഫംഗ്ഷൻസ് ആയിട്ടാണ് നമുക്ക് തരുന്നതെങ്കിൽ രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ രണ്ട് ഫംഗ്ഷനാണ് f1ഉം f2ഉം. അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു നമ്പർ തന്നെയായിരിക്കും. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യാം ബ്രാക്കറ്റിനകത്ത് f1, f2 എന്നാണ്. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് f1 ആൻഡ് f2 is equal to ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആ ഇൻ്റർവൽ ദറ്റ് ഈസ് ഇൻ്റഗ്രൽ a to b f1 of x into f2 of x dx. അവിടെയാണെങ്കിൽ u1 into v1 plus u2 into v2 plus എന്ന് ഇത് പോവായിരുന്നു. ആ പ്ലസിന് പകരമാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ സമ്മപ്പ് തന്നെയാണ്. അപ്പോൾ ഇൻ്റഗ്രൽ a to b f1 of x into f2 of x dx ആണ് ഫംഗ്ഷൻസിൻ്റെ കേസിൽ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ ഡെഫിനിഷൻ. ഇനി രണ്ട് സെറ്റുകൾ എപ്പോഴാണ് ഓർത്തോഗണൽ ആണെന്ന് പറയാം? ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് 0 ആവുമ്പോഴാണ് എന്തെന്ന് പറയാം? രണ്ട് വെക്ടറും ഓർത്തോഗണൽ ആണെന്ന് പറയാം. അപ്പോൾ അതുപോലെ ഫംഗ്ഷൻസ് ഓർത്തോഗണൽ ആവാനുള്ള കണ്ടീഷനാണ് ടു ഫംഗ്ഷൻസ് f1 and f2 are said to be orthogonal on an interval closed interval ab if inner product of f1 f2 is equal to 0. അതായത് അവിടെ ആവുമ്പോൾ u1 v1 plus u2 v2 plus etc. സം ഈക്വൽ ടു 0 എന്ന് പറയും. ഇവിടെ ആവുമ്പോൾ ഇൻ്റഗ്രൽ a to b f1 of x into f2 of x dx is equal to 0. രണ്ട് വെക്ടർ u ഡോട്ട് v 0 ആവണമെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് u v 0 ആയാൽ മതി. ഇവിടെ അതുപോലെ തന്നെ രണ്ട് ഫംഗ്ഷൻസ് ഓർത്തോഗണൽ ആവണമെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് f1 f2 is equal to 0 എന്ന് കിട്ടിയാൽ മതി. പക്ഷെ ഇവിടെ ഇന്നർ പ്രൊഡക്റ്റ് ഫംഗ്ഷൻ്റെ കേസിൽ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷനും കൂടെ ഇൻഡ്യൂ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഷോ ദാറ്റ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ആർ ഓർത്തോഗണൽ ഓൺ ദ ഇൻഡിക്കേറ്റഡ് ഇൻ്റർവൽ. ഇപ്പോൾ താഴെ രണ്ട് ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. രണ്ട് ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഓരോന്നിലും രണ്ട് ഫംഗ്ഷൻസ് ഇതുമുണ്ട്. അതുപോലെ തന്നെ അവിടെ ഓരോ ഇൻ്റർവലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഷോ ദാറ്റ് എന്നാണ് പറഞ്ഞത്. അതായത് പ്രൂവ് ചെയ്യണം തന്നിട്ടുള്ള ഇൻ്റർവലിനകത്ത് ഈ രണ്ട് ഫംഗ്ഷൻസ് എന്താണെന്ന് ഓർത്തോഗണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ f1 of x x സ്ക്വയർ f2 of x x ക്യൂബ് ഇൻ്റർവൽ -1 to 1. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ -1 to 1 ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് f1 ആൻഡ് f2 0 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഓർത്തോഗണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓർത്തോഗണൽ ആവണമെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് എന്താവണം? 0 ആവണം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ f1 cos x ഉം f2 sin സ്ക്വയർ x ആണ് ഇൻ്റർവൽ 0 to π. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. f1 of x x സ്ക്വയർ ആൻഡ് f2 of x x ക്യൂബ് ഇൻ്റർവൽ -1 to 1. അപ്പോൾ f1 f2 ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് f1 f2 is equal to integral a to b f1 of x into f2 of x dx ആണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. -1 to 1 f1 x സ്ക്വയറും f2 x ക്യൂബും ആണ്. അപ്പോൾ ബൈ ഡെഫിനിഷൻ f1 f2ൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് is equal to integral a to b f1 of x into f2 of x dx ആണ്, which is equal to integral a to b ക്ക് പകരം ഇവിടെ കൊടുത്തിട്ടുള്ളത് -1 to 1. അപ്പോൾ integral -1 to 1 f1ൻ്റെ വാല്യൂ x സ്ക്വയർ f2 x ക്യൂബ്.
which is equal to integral minus 1 to 1 h square into h cube dx. A raised to m into a raised to n, a raised to m plus n ആണ്. So h square into h cube, h raised to 2 plus 3, that is h raised to 5 dx. h raised to 5 in integral h raised to 6 by 6. Limit of integration minus 1 to 1, which is equal to first upper limit, അതിനുശേഷം minus lower limit. Upper limit കൊടുത്താൽ 1 raised to 6 by 6, that is 1 by 6, minus lower limit കൊടുത്താൽ minus 1 raised to 6 by 6. Minus 1 raised to 6 എത്രയാണ്? 1 തന്നെ. 1 by 6 minus 1 by 6, which is equal to 0 എന്ന് കിട്ടി. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് F1 F2 is equal to 0 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, F1 ഉം F2 ഉം ഓർത്തോഗണൽ ആണ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ -1 to 1 എന്ന് പറയാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, F1 cos x ഉം F2 sin square x ഉം ഇന്റർവൽ 0 to π. അപ്പോൾ ബൈ ഡെഫിനിഷൻ നമുക്കറിയാം F1 F2 is equal to integral a to b F1 of x into F2 of x into dx ആണ്. അപ്പോൾ ഇവിടെ a to b ക്ക് പകരം കൊടുത്തിട്ടുള്ളത് 0 to π. which is equal to integral 0 to pi f1 cos x into f2 sin square x dx. അപ്പോൾ നമുക്കിനി integral 0 to pi cos x into sin square x ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നതിന് മുമ്പുള്ള ഇൻ്റഗ്രലിൻ്റെ വാല്യൂ നോക്കി. integral cos x into sin square x dx എന്നാണ്. അപ്പോൾ നമുക്കറിയാം സൈൻ്റെ ഡെറിവേറ്റീവ് ആണ് കോസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ sin xന് u എന്ന് കൊടുത്തു. sin x is equal to u ആണെങ്കിൽ du is equal to എന്ത് വരും, du by dx എന്ന് പറയുന്നത് sin x ന്റെ ഡെറിവേറ്റീവ് cos x, du is equal to cos x ds എന്ന് വരും. ഇങ്ങനെ ഇന്റഗ്രേഷൻ മാറ്റി എഴുതാൻ കാരണം, അല്ലെങ്കിൽ നമുക്കിവിടെ ലിമിറ്റ് ഓഫ് വേരിയേഷൻ കൂടെ നോക്കേണ്ടി വരും. അതായത് ഇന്റഗ്രേഷനിൽ x is equal to 0 ആവുമ്പോൾ u എന്ത് വരും, അതുപോലെ x is equal to pi ആവുമ്പോൾ u എന്ത് വരും എന്ന് നോക്കാം. ഒന്നുകിൽ അങ്ങനെ തന്നെ ചെയ്തിട്ട് എഴുതാം, അല്ലെങ്കിൽ ഈ ഫോമിൽ എഴുതിയിട്ട് കിട്ടുന്ന ആൻസറിന് ഇന്റഗ്രേറ്റ് ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഇന്റഗ്രൽ cos x into sin square x dx is equal to എന്തായി മാറി, ഇറ്റ് is equal to ഇന്റഗ്രൽ നമുക്ക് cos into sin പകരം sin square x into cos x dx എന്ന് എഴുതാം. സൈന് നമ്മൾ u എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ sin square എന്നുള്ളത് u square ആയി, cos x dx എന്നുള്ളത് du. അപ്പോൾ ഇന്റഗ്രൽ u square du which is equal to u cube by 3. ഇനി u എന്ന് പറയുന്നത് ഇവിടെ എന്താ, sin x ആണ്, which is equal to sin cube x divided by 3 എന്ന് കിട്ടി. ഇനി ഇതിനകത്ത് നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ഇവിടെ തന്നെ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ മാറ്റുകയാണെങ്കിൽ when x is equal to 0 u എന്താവുന്നു ഇവിടെ തന്നെ മാറ്റിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ u cube by 3 തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇങ്ങനെ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തതുകൊണ്ടാണ് യുവിന് നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. sin cube x by 3 എന്ന് കിട്ടി. therefore inner product of f1 and f2 is equal to integral 0 to pi cos x into sin square x dx which is equal to cos into sin square x ന് പകരം നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് sin cube x by 3 ആണെന്ന്, which is equal to sin cube x by 3ക്ക് ഈ ലിമിറ്റ് കൊടുക്കുക 0 to pi which is equal to 1 by 3 നമുക്ക് ഇന്റഗ്രേഷൻ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 1 by 3 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുത്താൽ sin cube pi മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ sin cube 0. നമുക്കറിയാം sin പൈൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ sin pi ക്യൂബും 0 ആയിരിക്കും. അതുപോലെ sin 0 0 ആണ്. 1 by 3 ഇൻറ്റു 0 which is equal to 0. അപ്പോൾ f1 f2 inner product of f1 and f2 0 എന്ന് കിട്ടി. therefore the given functions are orthogonal on closed interval 0 to pi എന്ന് പറയും. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ, രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഇന്നർ പ്രൊഡക്റ്റും അതുപോലെ രണ്ട് ഫംഗ്ഷൻസ് ഓർത്തോഗണൽ ആവാനുള്ള കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. ഇനി ഒരു സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് തരികയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന് പകരം നമുക്കൊരു സെറ്റാണ് തരുന്നതെങ്കിൽ അതെങ്ങനെയാണ് ഓർത്തോഗണലും ഓർത്തോ നോർമലും ആകുന്ന പറയാമെന്നാണ് അടുത്ത ഡെഫിനിഷൻ പറയുന്നത്. ഓർത്തോഗണൽ ആൻഡ് ഓർത്തോ നോർമൽ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ്. എപ്പോഴാണ് ഒരു സെറ്റ് ഓഫ് ഫംഗ്ഷൻസിനെ ഓർത്തോഗണൽ സെറ്റ് എന്നും അതുപോലെ തന്നെ ഓർത്തോ നോർമൽ സെറ്റ് എന്നും പറയാമെന്നാണ്. ഫസ്റ്റ് ഓർത്തോഗണൽ സെറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. എ സെറ്റ് ഓഫ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് സെറ്റ് phi1 of x, phi2 of x, phi3 of x, etc. is said to be orthogonal on an interval closed interval AB if inner product of phi m phi n is equal to integral a to b phi m of x into phi n of x dx which is equal to 0 for m not equal to n. അപ്പോൾ ഒരു സെറ്റ് ഓഫ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. phi1 phi2 etc. എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിനെ ഓർത്തോഗണൽ സെറ്റ് ആണെന്ന് പറയണമെങ്കിൽ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിനെ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ ഓർത്തോഗണൽ ആണെന്ന് പറയണമെങ്കിൽ അതിൽ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുക. phi m phi n is equal to 0 ആയിരിക്കണം ഫോർ m not equal to n. അതായത്
5 1 5 1 എന്നല്ല, 5 1 5 1 5 1 5 2 സോറി 5 2 5 2 5 3 5 3 അങ്ങനെ സെയിം ഉള്ളതല്ല. m ഈക്വൽ ടു എന്നിനല്ല, m നോട്ട് ഈക്വൽ ടു എന്നിന്. അതായത് 5 1 5 2 5 2 5 3 5 1 5 3 5 4 5 5 അങ്ങനെയൊക്കെ വരുന്നത്. എമ്മും എന്നും ഈക്വൽ അല്ലാണ്ട് വരുന്ന കേസിലെല്ലാം ഇതെന്താവണം, ഈക്വൽ ടു 0 ആവണം. എമ്മിൻ്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു n ആവുന്ന കേസിലെല്ലാം ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, ഈ സെറ്റ് ഓഫ് ഫങ്ഷൻസ് ഓർത്തോഗണൽ സെറ്റ് ആണെന്ന് പറയും. അടുത്തത് ഓർത്തോ നോർമൽ സെറ്റാണ്. ഓർത്തോഗണൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെറ്റ് ഓഫ് ഫങ്ഷൻസ് ഓർത്തോഗണൽ സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ സെറ്റിലെ രണ്ട് ഫങ്ഷൻസ്, ഇപ്പോൾ 5 1 5 2 എടുക്കുക, സെയിം നമ്പർ സെയിം ഫങ്ഷൻസ് എടുത്തു കഴിഞ്ഞാലുള്ള കേസെല്ലാം പറയുന്നത് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് എടുക്കുമ്പോൾ അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് ഈക്വൽ ടു 0 എന്ന് കിട്ടുകയാണെങ്കിൽ തന്നിട്ടുള്ള സെറ്റ് എന്താണ്, ഓർത്തോഗണൽ സെറ്റ് ആയിരിക്കും. ഇനി ഓർത്തോ നോർമൽ സെറ്റ്, അപ്പോൾ നമുക്കറിയാം നോർമൽ എന്ന് പറയുമ്പോൾ നമുക്ക് നോം ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതായത് ഒരു വെക്ടറിൻ്റെ നോം നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട് സെക്കൻഡ് സെമ്മിൽ. വെക്ടർ സ്പേസിൻ്റെ ചാപ്റ്ററിൽ എങ്ങനെയാണ് ഒരു വെക്ടറിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ലെങ്ത്തിനെ പറയുന്ന പേരാണ് നോം എന്ന്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്. അതിലൂടെയാണ് നമ്മൾ ഓർത്തോ നോർമലിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ ആദ്യം ഡെഫിനിഷൻ നോക്കാം. ദ നോം ഓർ ലെങ്ത് നോം ഓഫ് യു എന്ന് പറയുന്ന വെക്ടറിൻ്റെ ലെങ്ത്തിനെ നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്ത്, മോഡല്ല രണ്ട് വരെ ഇട്ട് കഴിഞ്ഞാൽ അത് നോം എന്നാണ് വായിക്കേണ്ടത്. വെക്ടറിന് ലെങ്ത് പറയാനാണ് നമ്മൾ നോം എന്ന് യൂസ് ചെയ്യുക. സാധാരണ സ്കെയിലർ ആണെങ്കിൽ നമ്മൾ മോഡുലസ് ആണ് കൊടുക്കുക. അപ്പോൾ ലെങ്ത് നോം ഓഫ് യു ഓഫ് എ വെക്ടർ യു ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദ ഇന്നർ പ്രൊഡക്റ്റ്. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു വെക്ടറിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ നോം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതായത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു ഇസ് ഈക്വൽ ടു നോം ഓഫ് യു സ്ക്വയർ എന്നാണ്. ഈസ് കാൾഡ് ദ സ്ക്വയർ നോം. അപ്പോൾ ഒരു നോം എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്വയർ നോമാണ് ഡിഫൈൻ ചെയ്യുക. നോം ഓഫ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു അല്ലെങ്കിൽ യു ഡോട്ട് യു ആണ് എന്ത്, നോം ഓഫ് യു സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോം യു എന്ന് പറയുന്നത് എന്ത് വരും, റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു. നോം ഓഫ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു കോമ യു ആണെങ്കിൽ നോം ഓഫ് യു ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് യു. സിമിലർലി ദ നോം ഓഫ് എ ഫംഗ്ഷൻ, അപ്പോൾ അവിടെ നോം ഓഫ് എ വെക്ടർ ആയിരുന്നു, നോം ഓഫ് യു ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു ആൻഡ് യു. അതേപോലെ നോം ഓഫ് എ ഫംഗ്ഷൻ ഫൈ എൻ ആണെങ്കിൽ എങ്ങനെ ഇതുപോലെ ഡിഫൈൻ ചെയ്യാം, ഫൈ എൻ ഓഫ് എച്ച് ഹോൾ സ്ക്വയർ. നോം ഓഫ് യുവിന് പകരം നോം ഓഫ് ഫൈ എൻ ഓഫ് എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു നോം ഓഫ് ഫൈ എൻ വിച്ച് ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ എൻ കോമ ഫൈ എൻ. യുക്ക് ഈക്വൽ ടു നോം ഓഫ് യു സ്ക്വയർ ആണെങ്കിൽ നോം ഓഫ് ഫൈ എൻ ഓഫ് എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ എൻ ആൻഡ് ഫൈ എൻ. ആൻഡ് സോ ദ നോം ഓർ ഇസ് ജനറലൈസ്ഡ് ലെങ്ത്. ഒരു ഫംഗ്ഷനിൻ്റെ നോമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, നോം ഓഫ് ഫൈ എൻ ഓഫ് എച്ച് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഫൈ എൻ ഓഫ് ഫൈ എൻ. നോം ഓഫ് ഫൈ എൻ ഓഫ് എച്ച് ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ എൻ ആണെങ്കിൽ നോം ഓഫ് ഫൈ എൻ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ എൻ കോമ ഫൈ എൻ. ഇൻ അതർ വേർഡ്സ് നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ പറയാം, the square norm and norm of a function phi n in an orthogonal set phi n of h are respectively. phi n of h whole square എന്ന് വെച്ചാൽ phi n എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ സ്ക്വയർ നോം ആണ് എന്ത്, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് phi n which is equal to ഇന്നർ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഫംഗ്ഷൻസിൻ്റെ കേസിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഇന്റഗ്രൽ a to b phi n എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ a to b phi n സ്ക്വയർ ഓഫ് h dx ആണ്. സോ നോം ഓഫ് phi n of h is equal to എന്ത് വരും, സ്ക്വയർ റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് phi n എന്നാണ്, which is equal to സ്ക്വയർ റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് phi n എന്ന് പറയുന്നത് ഇന്റഗ്രൽ a to b phi n സ്ക്വയർ ഓഫ് h dx ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ നോമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ നോം ഓഫ് phi n of h is equal to സ്ക്വയർ റൂട്ട് ഓഫ് ഇന്റഗ്രൽ a to b phi n സ്ക്വയർ ഓഫ് h dx. ഇത് നമ്മൾ നോമിൽ നിന്ന്, അതായത് വെക്ടറിൻ്റെ നോമിൽ നിന്ന് ഡിഫൈൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് എന്ത്, ഓർത്തോഗണൽ സെറ്റ്. അതുപോലെ തന്നെ ഓർത്തോഗണൽ സെറ്റും അതിൻ്റെ നോമും. ഇനി ഈ നോം യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് പറയാൻ, ഓർത്തോ നോർമൽ എപ്പോഴാണ് പറയാന്നുള്ളത് നോക്കാൻ. അപ്പോൾ ഓർത്തോഗണൽ സെറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുന്നത്, ഓർത്തോ നോർമൽ സെറ്റ് ഡിഫൈൻ ചെയ്യണത്. ഒരു സെറ്റ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഫങ്ഷൻസ് ഓർത്തോ നോർമൽ ആവണമെങ്കിൽ ഫസ്റ്റ് അത് ഓർത്തോഗണൽ സെറ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊക്കെയാണ് ഡെഫിനേഷൻസ് പഠിച്ചു വയ്ക്കേണ്ടത്, ഇന്നർ പ്രൊഡക്റ്റും അതുപോലെ തന്നെ ഓർത്തോഗണൽ സെറ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യുക, എപ്പോഴാണ് രണ്ട് സെറ്റ് ഓർത്തോഗണൽ ആണെന്ന് പറയുക, സെറ്റ് ഓഫ് ഫങ്ഷൻസ് എപ്പോഴാണ് ഓർത്തോഗണൽ ആണെന്ന് പറയുക എന്നുള്ളത്. ഇനി അടുത്തത് ഓർത്തോ നോർമൽ സെറ്റിൻ്റെ ഡെഫിനിഷനാണ്. ഇഫ്
phi n of x, set of all phi n of x എന്ന് പറഞ്ഞാൽ set phi 1, phi 2, etc. is an orthogonal set of functions on the interval closed interval ab with the property that norm of phi n of x is equal to 1 for n equal to 0, 1, 2, 3, etc. Then set phi n of x is said to be an orthonormal set of functions on closed interval ab. അപ്പോൾ ഒരു സെറ്റ് ഓർത്തോഗണൽ സെറ്റ് ആവണം ഫസ്റ്റ് ഓഫ് ആൾ. സെറ്റ് ഫൈ എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഫൈ 1, ഫൈ 2, ഫൈ 3, എക്സെട്ര, അല്ലെങ്കിൽ ഫൈ നോട്ട് മുതലുണ്ടെങ്കിൽ അങ്ങനെ ഫൈ നോട്ട്, ഫൈ 1, ഫൈ 2, എക്സെട്ര എന്ന് പറയുന്ന സെറ്റ് ഫസ്റ്റ് എന്തായിരിക്കണം? ഓർത്തോഗണൽ ആയിരിക്കണം. അതേപോലെ തന്നെ നോം ഓഫ് ഫൈ എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കണം? 1 ആയിരിക്കണം. സെറ്റ് ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് എന്തായാൽ മതി? 0 ആയാൽ മതി. എം നോട്ട് ഈക്വൽ ടു എന്നിന് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ എം ഫൈ എന്നുള്ളത് 0 ആണെങ്കിൽ ആ സെറ്റ് ഓർത്തോഗണൽ ആവും. ഇനി ഓർത്തോ നോർമൽ ആവണമെങ്കിൽ നോം ഓഫ് ഫൈ എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താവണം? 1 ആവണം. അപ്പോൾ സെറ്റിൽ ഓർത്തോ നോർമൽ ആക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്കവിടെ നോം ഡിഫൈൻ ചെയ്യാം. കിട്ടുന്ന ഓർത്തോഗണൽ സെറ്റിനെ ഡിവൈഡഡ് ബൈ ഓർത്തോഗണൽ സെറ്റ് ഡിവൈഡഡ് ബൈ നോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും? ആ സെറ്റ് ഓർത്തോ നോർമൽ ആയിരിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമുക്ക് നാളെ ആൻസർ ചെയ്യാം. എന്നൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഷോ ദാറ്റ് ദ സെറ്റ് 1 cos x, cos 2x, എക്സെട്ര. അപ്പോൾ ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ഈസ് ഓർത്തോഗണൽ ഓൺ ദ ഇന്റർവൽ ക്ലോസ്ഡ് ഇന്റർവൽ -π to π. അപ്പോൾ ഈ ഇന്റർവലിനകത്ത് ഈ സെറ്റ് ഓർത്തോഗണൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈ എം ഫൈ എന്നിൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടണം. അതായത് എം നോട്ട് ഈക്വൽ ടു എന്നിന്. ഇപ്പോൾ ഇവിടെ ഫൈ 0, ഫൈ 1, ഫൈ 2 എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഫൈ നോട്ട് ഫൈ 1ൻ്റെ വാല്യൂ എന്തായിരിക്കണം? ഇപ്പോൾ കോസ് എക്സ്, കോസ് 2x, കോസ് 3x അങ്ങനെയാണ് പോണത്. അപ്പോൾ അതിന് നമുക്കിത് മാറ്റിയിട്ട് 1 cos NH എന്നാക്കാം. ദാറ്റ് ഈസ് ഫൈ നോട്ടും ഫൈ എന്നും ആക്കാം. ഇപ്പോൾ രണ്ടും വേറെ വേറെ ആയിട്ടുണ്ട്. ഫസ്റ്റ് ടേം മാത്രം 1 ഉള്ളൂ, ബാക്കിയൊക്കെ കോസ് ആണ് വരുന്നത്. കോസ് എക്സ്, കോസ് 2x ആ ഫോമാണ് എടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ നോട്ട് ഫൈ എൻ ഇസ് ഈക്വൽ ടു 0 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ മതി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണെന്ന് പറയും? ഈ തന്നിട്ടുള്ള സെറ്റ് ഓർത്തോഗണൽ സെറ്റ് ആണെന്ന് പറയും. ഇനി അതിനുശേഷം ഫൈൻഡ് ദ നോംസ് ഓഫ് ഈച്ച് ഫംഗ്ഷൻ ഇൻ ദ എബോവ് ഓർത്തോഗണൽ സെറ്റ്. അതിനുശേഷം നമുക്ക് കണ്ടുപിടിക്കുന്നത് ഫൈ നോട്ടിൻ്റെ നോം കിട്ടണം, ഫൈ എന്നിൻ്റെ നോം. ഫൈ എന്നിൻ്റെ നോം കണ്ടുപിടിച്ചാൽ ഫൈ 1ൻ്റെ നോം, ഫൈ 2ൻ്റെ നോമൊക്കെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഫൈ 1, ഫൈ 2 പറയുന്ന എല്ലാം കോസ് എക്സ്, കോസ് 2x ആ ഫോമിലാണ് എടുക്കുന്നത്. അപ്പോൾ ഫൈ നോട്ടിൻ്റെ നോമും ഫൈ എന്നിൻ്റെ നോമും കണ്ടുപിടിച്ചാൽ മതി. ആൻഡ് കൺസ്ട്രക്ട് ആൻഡ് ഓർത്തോ നോർമൽ സെറ്റ് ഓഫ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഓർത്തോഗണൽ സെറ്റിൽ നിന്ന് ഓർത്തോ നോർമൽ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓർത്തോഗണൽ ബൈ നോം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്കിവിടെ ഓർത്തോ നോർമൽ സെറ്റ് കിട്ടും. പ്രോബ്ലം നമുക്ക് നാളെ ചെയ്യാം.